എഴുന്നള്ളത്ത് രണ്ട് ദേവനും ദേവിയാണ്. ദേവിയാണ് മുന്നിൽ എഴുന്നള്ളിക്കുക, ശിവൻ പുറകിലായിട്ടാണ് വരിക. പിന്നെ 3 തലത്തിലാണ് ഇവിടുത്തെ പൂജാവിധികൾ. ആദ്യത്തെ തിരുവോണം വരെ മനുഷ്യങ്ങൾക്കുള്ള പൂജ, പിന്നെ ദേവതകൾക്കുള്ള പൂജ, പിന്നെ ഭൂതഗണങ്ങൾക്കുള്ള പൂജ, കലം വരവ് തൊട്ട് ഗൂഢപൂജകളാണ്. ഇതൊരു അതായത് കേരളത്തിലോ ഇന്ത്യയിലോ ഈ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സ്ഥലം വേറെ കാണാൻ സാധ്യതയില്ല. എന്നുവെച്ചാൽ അത്രയും ഇക്കോ ഫ്രണ്ട്ലിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ദക്ഷയാഗം നടന്ന സ്ഥലം എന്ന് പറയപ്പെടുന്നു. നടന്ന സ്ഥലമാണെന്ന് സങ്കല്പിക്കുന്നത്. അപ്പോൾ ശിവനുള്ള ക്രോധം ശമിപ്പിക്കാൻ വേണ്ടി സകല ദേവതകളും ഇവിടെ സമ്മേളിക്കുന്നുണ്ട് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇങ്ങനെ പോയാൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഐശ്വര്യം ലഭിക്കും. ഉത്സവത്തിൻ്റെ തുടക്കം ഇടവത്തിലെ ചോദ്യം മുതൽ നിർമ്മിത്തിലെ ചോദ്യം